ഓക്കെ. ഇന്നത്തെ ടോപ്പിക്ക് ജെറോം ബ്രോണർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. സ്കഫോൾഡിങ് അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ആണെന്ന് വെച്ചാൽ ലേവൈഗോഡ്സ്കി എന്ന് പറഞ്ഞ ഒരാളാണ് ശരിക്കുള്ള സ്കഫോൾഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഈ ഒരു ജെറോം ബ്രോണറും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പിയർ ഗ്രൂപ്പ്സിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ ഒക്കെ സഹായത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതിനെയാണ്. പക്ഷേ അതിൽ ആ കുട്ടി എക്സ്പേർട്ട് ആയി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഈ ഹെൽപ്പ് റിമൂവ് ചെയ്യുന്നു. ഈ ടീച്ചേഴ്സിൻ്റെ ആയാലും പിയർ ഗ്രൂപ്പ്സിൻ്റെ ആയാലും ഹെൽപ്പ് റിമൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ടോപ്പിക്കാണ്, കൺസെപ്റ്റാണ്. കൺസ്ട്രക്റ്റിവിസം ആണ് ഈ ഒരു ജെറോം ബ്രൂണറിൻ്റെ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ. കൺസ്ട്രക്റ്റിവിസം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൺസ്ട്രക്ട് ചെയ്ത് ഉള്ള ഒരു നോളജ് ലേണിങ്, ഒരു വേ ഓഫ് ലേണിംഗ് ആണ്. അതായത് ആ കുട്ടി തന്നെ അവൻ്റെ നോളജ് അവൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു സ്വന്തമായിട്ട്. അതായത് ഒരു ലേണർ സെൻട്രിക് അപ്രോച്ചാണ്. അതായത് സ്റ്റുഡൻറ്റ് തന്നെ ടീച്ചർ സെൻട്രിക് അല്ല, ടീച്ചേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന പോലല്ല, അവൻ്റെ തന്നെ വേയിൽ അവൻ പഠിക്കുന്നു എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസം. സ്പൈറൽ കരിക്കുലം പറയുന്നത് അതും അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു കൺസെപ്റ്റാണ്. സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ലാത്തൊരു കൺസെപ്റ്റാണ്. അതായത് ഏത് ഏജിലും ഒരു കുട്ടിയെ നമുക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ എങ്ങനെയുള്ള രീതിയിലായിരിക്കണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ആയിരിക്കണം. ഒരു സിമ്പിൾ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്താൽ എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും ഏത് ഏജിലും ഒരു കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ സിമ്പിളും ആയിരിക്കണം. സ്പൈറൽ കരിക്കുലം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അത് റീവിസിറ്റ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ റിമെമ്പർ ചെയ്ത് അങ്ങനെ ഒരു റീവിസിറ്റ് ചെയ്ത് എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കും ഏതൊരു കുട്ടിക്കും ഏത് ഏജിലും പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് സ്പൈറൽ കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കവറി ലേണിംഗ് നമ്മൾ ആ പറഞ്ഞ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അതായത് ഡിസ്കവർ ചെയ്ത് ഉള്ള ലേണിങ്, സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ലേണിങ്ങിനാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 3 സ്റ്റേജസ് പറയുന്നുണ്ട്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഈ 3 സ്റ്റേജസിലൂടെയാണ് ലേണിംഗ് ഒക്കർ ചെയ്യുന്നതെന്നാണ് ജെറോം ബ്രൂണർ പറയുന്നത്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 0 to 1 year, അതായത് ആക്ഷൻ ബേസ്ഡ് ആയിരിക്കും. നമ്മളത് ഒരു കാര്യം ചെയ്താണ് കുട്ടി നോളജ് ഉണ്ടാക്കുന്നത്. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ 1 to 6 years, ഇമേജസിലൂടെയും വിഷ്വൽ എയ്ഡ്സിലൂടെയൊക്കെ കുട്ടി നോളജ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ തേർഡ് വൺ, അതായത് ലാസ്റ്റ് സ്റ്റേജ് സിംബോളിക് ആണ്. 7 years ആണ്. അത് സിമ്പിൾസിലൂടെയും ലാംഗ്വേജസിലൂടെയൊക്കെയാണ് മെയിനായിട്ട് സിംബോളിക് ആ ഒരു സ്റ്റേജിൽ ലേണിംഗ് ഒക്കർ ചെയ്യുന്നത്. അതായത് റീഡിങ്, റൈറ്റിംഗ് ഇതെല്ലാം ഇതിൽ പെടും. ഓക്കെ, സോ ഇത്രയുമാണ് മെയിനായിട്ടുള്ള ജെറോം ബ്രൂണറിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇത് നമുക്ക് സെറ്റും നെറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. താങ്ക് യു.